കേരളത്തിലെ പല യൂട്യൂബേഴ്സും അങ്ങ് ദുബായിലും അങ്ങ് കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ട് പല രാജ്യങ്ങളിൽ പോയിട്ട് കാറ് വാങ്ങിച്ചിട്ട് നാട്ടിലോട്ട് കൊണ്ടുവരാറുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മംഗോളിയയിലാണ്. ഞാൻ വാങ്ങാൻ വേണ്ടി പോകുന്നത് കാറൊന്നുമല്ല, ഒരു കുതിരയാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി പള്ളിയിൽ കൊണ്ട് നടന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കാണുന്ന പള്ളിയിൽ വന്ന് കടന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കേട്ടോ. രാത്രി 2 മണിക്ക് ശേഷം ഇന്നലെ രാത്രി ഒരു കല്യാണത്തിന് പോയി. അതിനുശേഷം നമ്മൾ ഒരു പള്ളിയിൽ വന്ന് കയറി കിടന്നു, ഉറങ്ങി. എണീറ്റു. ഇപ്പോൾ സമയം 9 മണിയായി. 9 മണിക്ക് നമ്മൾ ഇവിടെ പള്ളി വിട്ടു. നമ്മൾ വേറൊരു സ്ഥലത്ത് പോവുകയാണ്. അടിപൊളി കേട്ടോ. രാവിലെ തന്നെ മലയിലെ കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ഹോട്ടലുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, ലെക്ചർ റൂമുണ്ട്, മുസ്ലിം സ്റ്റോറുണ്ട്, എല്ലാം ഉണ്ടല്ലോ ഈ കാണുന്ന പള്ളിയിൽ. അവിടെ നമ്മുടെ മലയിൽ ആവി ഉറക്കുന്നുണ്ടോ? ആവിയല്ല, നമ്മുടെ സൂര്യനോ മേഘം. സോറി കേട്ടോ, രാവിലെ ഞാൻ എണീറ്റുകൊണ്ട് അതിൻ്റെ കിക്ക് ഓവറിലിരിക്കണം. എണീറ്റ ഉടനെ ഞാൻ ഇറങ്ങി. അതുകൊണ്ടാണ് കേട്ടോ, എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. നോ ടാക്സി. ഹലോ ബൈദില. നമുക്ക് വരേണ്ട സ്ഥലത്ത് എത്തി. ലാസ്റ്റ് നമ്മുടെ അമ്മച്ചി നമുക്ക് വഴി കാണിച്ചു തരുവാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെ 3 ഗറുണ്ട്. These things, but mostly the people who host me, they actually let me inside the house. So first time യോർത്ത. I sleep in there. ആദ്യമായിട്ടാണ് ഒരു യോർട്ടയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ യോർട്ട. ഇവിടെ കറണ്ടൊന്നുമില്ല, അതുകൊണ്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുടിക്കാൻ വെള്ളമില്ല. വേറെ ഏതോ വീട്ടിൽ പോയിട്ട് കുടിവെള്ളം വാങ്ങാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. റഹ്മത്ത് ഇവിടെ അവര് ഇതെന്തിനാന്തോ ഇവിടെ ബെഞ്ചിൽ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട്. ഇവിടെ കുറെ പ്രാവുകളും. നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്ന സ്ഥലം. നല്ല തണുപ്പാ. നമ്മളങ്ങനെ അവിടെ നിന്ന് ടെൻറ്റ് ചെയ്ത് വിട്ടു. കാരണം ഇവിടെ ഒന്നും വെള്ളവും വൈദ്യുതിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വൈദ്യുതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുളിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി വന്നില്ല, ആ പള്ളിയിലോട്ട് പോവാണ്. ആ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ ഹിച്ച് ഹൈക്കിങ് എല്ലാം ഭയങ്കര ഈസിയാണ്. നോ കസാഖ്, നോ മംഗോളി. നമ്മൾ ഓർഡർ എടുക്കുവാണ്. ഓക്കെ, നമ്മൾ ഓർഡർ എടുത്തു. വന്നപ്പോൾ കിച്ചണിൽ നിന്നൊക്കെ എല്ലാവരും നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേരെ ഇവിടെ നിന്ന് കഴിക്കുന്നുള്ളൂ കേട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല ഇവിടെ. നമ്മൾ ആ പുള്ളിക്കാരൻ കഴിക്കുന്നത് കണ്ടിട്ട് നമ്മൾ പറഞ്ഞു അത് നമുക്കും വേണമെന്ന് പറഞ്ഞു ഓർഡർ ചെയ്തു. അതാണ് സംഭവം. ഈ കാണുന്നതാണ് നമ്മുടെ ഭക്ഷണം. 2 ബ്രെഡും പിന്നെ അതിലിതാ കുറച്ച് മീറ്റും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനം. നമ്മുടെ അടുത്ത ഭക്ഷണം ഇവിടെ നമ്മുടെ നാട്ടിലെ ഒരു 250 രൂപയൊക്കെ വരും കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു 200 രൂപയൊക്കെ ഇവിടെ വരും. മംഗോളി അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഞാൻ നടന്ന് ഇവിടെ സിം കാർഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോൾ ഇത് ക്ലോസ് ആയിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഫുള്ള് ബലൂണൊക്കെ കെട്ടി ഭയങ്കര തിരക്ക്. ഇവിടെ ടൂറിസ്റ്റ് സിം കാർഡ് ആദ്യം 1 GB ഫ്രീ കിട്ടും. കൊള്ളാം കേട്ടോ, നല്ല പാക്ക് കേട്ടോ. ടൂറിസ്റ്റ് സിം കാർഡ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന സാധനം. ഇവിടെ ഇങ്ങോട്ടൊക്കെ ആളുകൾ വന്ന് ലിഫ്റ്റ് വന്നു. ഇങ്ങോട്ട് ചോദിച്ച് ലിഫ്റ്റ് വന്നാണ്. ഹലോ. നമ്മൾ തണ്ണിമത്തം വാങ്ങാൻ വേണ്ടി വന്ന് ഒരു കടക്കാരനെ നിന്ന്. ഇന്ന് ഭയങ്കര ശോകം മൂട് കേട്ടോ. പോസ്റ്റ് അടിക്കുന്നു. തണ്ണിമത്തം കൊള്ളാമോ നോക്കട്ടെ. 150 രൂപ കേട്ടോ ഈ ഒരു തണ്ണിമത്തന്റെ വില.
നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇവരുടെ കൂടെ സിബക്ടോൺ സിറോല സിബക്ടോൺ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാണ് കേട്ടോ. It's really acid. ആസിഡ് It's really acid. Vamos a probar una fruta que se llama cibartat. Es muy ácida, es como una ciruela, pero súper ácida y chiquitica. കൊള്ളാം. പക്ഷേ ഇവിടെ ഇവർക്ക് എനിക്ക് തോന്നുന്നു കുതിരയാണോ എന്തോ ഉണ്ട് കേട്ടോ. ഇവർക്ക് ഇവിടെ വളർത്തുന്ന എന്തോ സാധനമൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബൗസാക്ക്. ഇവിടെ മംഗോളിയയിലും കസാക്കുകാരൊക്കെ പ്രധാനമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ആഫ്രിക്കയിലെ മന്ദാസി. ആഫ്രിക്കയിലെ മന്ദാസി എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. I was lazy to make the circle one, so I just cut. ഇവിടെ ഈ വെള്ളം ഇട്ടേക്കുന്നത് എന്തിനാന്നോ, അതായത് നമ്മുടെ ഈച്ച ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ റിഫ്ലക്ഷൻ കാരണം അവര് ഇറങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു വിശ്വാസം കാരണം, അങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ സംഭവം കാരണമാണ് കേട്ടോ. അവർക്ക് ഇതിൻ്റെ അകത്ത് കുക്കുംബർ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വീട്ടിൻ്റെ ഗാർഡൻ്റെ ഭാഗത്ത് ഇവിടെയും പുറത്ത് കുറേ കൃഷി. വാ, നമ്മളെ ഫാമിലി നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ ഭക്ഷണത്തിന് വന്നിരിക്കുകയാണ്. ഇവിടെ റൈസ്, കുക്കുംബർ, ഇവിടെ ഫ്രൂട്ട്, പിന്നെ ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്തത്. ഇതാകണം കേട്ടോ. ഇവർ പച്ചക്കാണ് ചോറ് കഴിക്കുന്നത്. ഡിന്നറൊക്കെ കഴിച്ചു വന്നു. ഇവിടെ തന്നെ ഈ ഒട്ടയിൽ ഇവിടെ കിടക്കുവാണ്. നല്ല തണുപ്പ്, നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് കേട്ടോ. ഇനിയാണ് തണുപ്പ്. മൗണ്ടൻസിലൊക്കെ പോകുമ്പോഴാണ് ഇനി കൂടുതൽ തണുപ്പ്. അപ്പം എന്തായാലും നമുക്ക് നാളെ രാവിലെ കാണാം. അടുത്ത ദിവസം രാവിലെ ആയി. ഓക്കെ, ആരും വേറെ ഒന്നും വിചാരിക്കരുത്. എനിക്കൊരു സീക്രട്ട് പറയാനുണ്ട്. നമ്മൾ കുളിച്ചിട്ട് 4 ദിവസമായി കേട്ടോ. 4 ദിവസം, 4 അല്ല. ടുഡേ ഈസ് ദ 5th ഡേ. ടുഡേ ഈസ് ദ 5th ഡേ ഓർ 4th ഡേ. ഷവർ നോ ഷവർ. 5ാമത്തെ ദിവസമാണ് കേട്ടോ കുളിക്കാത്ത ദിവസം. 2 ദിവസമായിട്ട് ഇവിടെ വെള്ളമില്ലായിരുന്നു. അപ്പോൾ പിന്നെ 2-3 ദിവസമായിട്ട് ക്യാമ്പിംഗ് ആയിരുന്നു. പുഴയിൽ പോയി കുളിക്കാൻ ഭയങ്കര ചൂടല്ല, തണുപ്പാണ്. അങ്ങനെ അവസാനം ഇപ്പോൾ ഇവിടെ എവിടെയോ ഒരു പബ്ലിക് ഷവർ ഉണ്ട്, അവിടെ പോയി കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പ്. ഇത് ബാർബർ ഷോപ്പാണല്ലോ കണ്ടിട്ട്. ഇവിടെ വന്ന് കൊട്ടിയിട്ട് ആരും എടുക്കുന്നില്ല. നമ്മൾ ഷവർ പോയ സ്ഥലത്ത് ഷവർ കിട്ടിയില്ല. തൽക്കാലം നമ്മൾ വന്ന് ഇവിടെ പാക്ക് ചെയ്തു. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. കതവൊക്കെ അടച്ചിട്ട്. ഇവിടെ തണുപ്പ് അകത്ത് കയറുന്നുണ്ട്. ഈ കാണുന്ന അതിലൂടെയൊക്കെ തണുപ്പ് അകത്തോട്ട് കയറുന്നുണ്ട്. അവ ലാസ്റ്റ് ഡേ ലെറ്റ്സ് ഗോ. ഇവർ സമ്മർ സമയത്ത് കുക്ക് ചെയ്യുന്ന ഇവിടെ നിന്നാണ് കേട്ടോ. ഈ കാണുന്ന കിച്ചണിൽ നിന്നാണ്, പുറത്തുനിന്നുള്ളതാണ്. അവർക്ക് ഇതുപോലെ 3 ഇഗ്ലൂ ഹൗസ് ഉണ്ട്. വി ആർ ഗോയിങ്. ബൈ. Rahmat. Nasıl içersen buldun mu? Ha? Rahmat. Okay. Langom ba? Okay, yes. Rahmet. Masalam. Assalamualaikum. Gidelim. Bağırsak cep gidesin değil mi? Bağırsak? I think daughter-in-law. Oh, she's... Thank you so much. Thank you. Okay. Yeah, Thank you. with this because ഇവിടെ ആളുകളെല്ലാം ലിഫ്റ്റ് തരാൻ ഭയങ്കര ഈസിയാണ്. റഹ്മത്ത് 5 ദിവസമായിട്ട് കുളിയും നനയുമില്ല, പലയിടത്തും വെള്ളമില്ല, ഒന്നുമില്ല. പബ്ലിക് ഷവറുകൾ തേരി നടക്കുവാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പബ്ലിക് ഷവറാണ്. അങ്ങോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ പബ്ലിക് ആളുകൾക്കൊക്കെ വന്ന് കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പൈസ കൊടുത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് റഹത്ത് റലൂൻ UC നിയത്. ഓ ശരി. ഇവിടെയും കറണ്ട് ഇല്ലാത്തോണ്ടില്ല. ഇതാണ് പബ്ലിക് ഷവറിന്റെ വില പട്ടികയൊക്കെ. 3500, 30 മിനിറ്റ് കുളി 4000, 40 മിനിറ്റ് കുളി 4000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 100 രൂപ. ഇതാണ് കേട്ടോ, ഇതാണ് ഇവിടുത്തെ പബ്ലിക് ബാത്ത്. അയ്യോ, ഇവിടെ നമുക്കിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കായിട്ടുള്ള ഇവിടെ മുടി കെട്ടണ സംഭവമൊക്കെ ഉണ്ട്. മുടി വെട്ടി വൃത്തിയാക്കി തരും, അങ്ങനത്തെ സംഭവം. പിന്നെ ഇവിടെ സ്ത്രീകൾക്കാണെന്ന് തോന്നുന്നു. ട്രാവലിങ് സത്യത്തിൽ ഭയങ്കര എളുപ്പമൊന്നുമല്ല.
കുളിക്കാൻ ഒരു സ്ഥലമില്ല. ഭക്ഷണം കഴിക്കാനായിട്ട് കുറേ നേരം നടന്നിട്ടാണ് ഒരു സംഭവം കണ്ടെത്തിയത്. ഇത്രയും വലിയ ബാഗും തൂക്കി 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 അവസാനം റഹ്മത്ത് ഓക്കെ റഹ്മത്ത് എന്തുണ്ടാകും കേട്ടോ ഇവിടെ കഴിക്കാനായിട്ട്. ഇതുപോലുള്ള അച്ചാറ് കുറച്ച് എരിയുള്ള ഇതാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ചട്ടിനി. ഇവരുടെ പ്രസിദ്ധമായിട്ടുള്ള ഇവിടുത്തെ ഷീപ്പ് മോമോയും ഷീപ്പ് കുറച്ച് മീറ്റ് പഫ് ചെയ്തിട്ടുള്ള നമ്മുടെ കുഷറാണ് ഓർഡർ ചെയ്തത്. ഈ കാണുന്ന സാധനത്തിന് നമ്മുടെ നാട്ടിൽ ഒരു 50 രൂപയാണ് വരുന്നത്. പിന്നെ ഇതിലെന്ന് പറയുമ്പോൾ 200 രൂപ കേട്ടോ. ഒരു 6 മോമോയ്ക്ക് 200 രൂപ, നമ്മുടെ നാട്ടിലെ 200 രൂപ. നമ്മുടെ റെസ്റ്റോറൻറ്റിലാണ് ഒരാൾ ചേച്ചിയുടെ മകളെ വെച്ച് ഫോട്ടോ എടുക്കണം. ഇവിടെ ഒരാൾ ഇവിടെ അടി ഉണ്ടാക്കി കേട്ടോ. അടി ഉണ്ടാക്കിയിട്ട് അവർ റോഡിൻ്റെ നടുക്കത കുറുകെ കൊണ്ട് വണ്ടി ഇട്ടേക്കുവാണ്. കൊള്ളാലോ. ഈ കാണുന്ന റോഡ് ആൾക്കാരെല്ലാവരും പെട്ട് കിടക്കുവാണ്. എൻ്റെ ഇടയിൽ പുള്ളിക്കാരെ അടിക്കാൻ വേണ്ടി പോവാണ്, മറ്റുള്ള ആളുകളെയും കൂടെ ശല്യപ്പെടുത്താൻ വേണ്ടി. വണ്ടി പുറകിലെടുത്തപ്പോൾ എന്തോ തട്ടിയതാണ് കേട്ടോ. അടിയായോണ്ട് പുള്ളിക്കാരൻ മകനെ കാണിച്ചു കൊടുക്കണം. മകനെ കരഞ്ഞോണ്ടിരിക്കുന്നു എവിടെ പോണോന്നൊക്കെ പറഞ്ഞ്. ഇവര് റോഡിൽ നിന്ന് മാറ്റുന്നില്ല. നല്ല സ്വഭാവമല്ലല്ലോ. പുള്ളിക്കാരൻ കൂസലില്ലാതെ റോഡിൽ നിന്ന് മാറ്റാതിരിക്കുന്നു. വണ്ടി എവിടെയാണ് കിടന്നത് അവിടെ മാർക്ക് ചെയ്യുവാണ് കേട്ടോ, വഴി മാറി കൊടുക്കാൻ വേണ്ടി. കാരണം പോലീസ് വരുമ്പോൾ പ്രൂഫിനെ അവർ അടിയുണ്ടാക്കിയ 2-3 വണ്ടികളെ കടത്തിയിട്ടു. ബാക്കിയെല്ലാം വീണ്ടും ബ്ലോക്കായിട്ട് ഇവിടെ കിടക്കുക. മംഗോളിയയിലെ വിലക്കയറ്റം കാരണം ഇനി മുതൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് കുറച്ച് ഡീസലോ പെട്രോളോ വാങ്ങണം ഇവിടെ നിന്ന്. കാരണം എൻ്റെ കയ്യിൽ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് ഇത് വെച്ചിട്ട്. അപ്പോൾ ആദ്യം പെട്രോൾ എന്തെങ്കിലും വാങ്ങട്ടെ. No talk? No light. No talk, no petrol? Oh my god. Oh my god. No nothing. No electricity, no petrol. Very, very bad. Okay. മലകൾ നോക്കി എന്ത് ഭംഗിയല്ലേ നമ്മുടെ ചുറ്റുമായിട്ട് കിടക്കുന്ന പർവ്വതങ്ങളെ കാണാനായിട്ട്. നമ്മൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പെട്രോൾ ഇല്ല, കുളിക്കാനായിട്ട് പറ്റൂല, കുടിവെള്ളമില്ല. എന്ത് കഷ്ടമാണെന്തോ. എല്ലാത്തിനും ഇലക്ട്രിസിറ്റി വേണം കേട്ടോ. Kuris. Rice. Oh no. Kuris. They don't have, I think. It's a market. Kuris. നമ്മൾ ബേക്കറിയിൽ വന്നിട്ട് അരി വാങ്ങാൻ വേണ്ടി വന്നാ. No, it's അവര് പെട്രോൾ തരണില്ലല്ലോ ഇവര്. This is for cooking food. അവസാനം നമ്മൾ കൺവിൻസ് ചെയ്ത് അവിടെ വാങ്ങുവാണ്. പക്ഷെ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതെല്ലാം പുറത്തു പോകുന്നുണ്ട്. സലാം അലൈക്കും. തകാശ യൗ ജുബൈന ഹേ. തകാശ യൗ ജുബൈന ഹേ. ഓ, അവർക്ക് മംഗോളിയൻ മനസ്സിലാവുന്നില്ല. നമ്മളിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ വെള്ളമുണ്ടോ, വെള്ളമുണ്ടെങ്കിൽ നമ്മൾ വന്ന് കുളിക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ മമ്മ ക്യാമറ ഉണ്ട്, അപ്പം എക്സ്പ്രഷൻ ഇല്ല. അല്ലെങ്കിൽ ഓക്കെ വാ പോവാം. അങ്ങനെ അവരുടെ വീട്ടിലോട്ട് പോവാണ്. മമ്മ ഇന്ത്യ മെക്സിക്കോ ഓന്തായ് ജോഗറെ ഒന്നും മനസ്സിലായില്ല. ഇവിടെയും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുളിക്കാൻ പറ്റൂല. പക്ഷെ അവർ പറഞ്ഞു വീട്ടിൽ പോയി വല്ലോ കഴിക്കാന്ന്. അങ്ങനെ വീട്ടിലോട്ട് പോവാണ്. ഓക്കെ. ഈ കാണുന്നതാണ് ഇവരുടെ വീട്. ഈ കാണുന്നതാണ് ഇവരുടെ ഹട്ട്. റഹ്മത്ത് ഇവിടെയാണ് ഇവരുടെ വീട്. ഓക്കെ, ഗസ്റ്റുകൾ വന്നാൽ ഇവിടെയാണ് കേട്ടോ. അവർ ഗസ്റ്റുകൾ വരുത്തുമ്പോൾ സാധാരണ ഇരുത്തുന്നതാണ് ഇവരുടെ ഗർ സംവിധാനം.
Shoes. Okay. Okay. Oh, okay. Huh? Okay. Wow. Rahmat. Wow. ഇവിടെ അടിപൊളി ഭക്ഷണമൊക്കെ. വാവ്. ഇവിടെ നമ്മുടെ ചീസ്, ഇത് മിൽക്കിൻ്റെ ഐറ്റമാണ്. ഈ കാണുന്നതും ചീസ്, ഇവിടെ ബണ്ണ്, എന്തൊക്കെ സാധനം. നമുക്ക് ഇവിടെ ചായയൊക്കെ തന്നിട്ടുണ്ട്. ഹലോ. Hello. How are you? I'm fine, thank you. And you? Yeah, we are good. Is that your mom? No. Oh, okay. We are selfie. നമ്മുടെ ആൻറ്റിയുടെ മകളെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു, കുറച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിച്ചു. മകള് ചൈനയിലാണ് കേട്ടോ. അവിടെ എന്ത് ചെയ്യുകയാണ് ഇവിടെ ഇവര്. ഓക്കെ ബാത്റൂം. വാവ്. കക്കൂസ്. വാ മൈ ഗോഡ്. Look, say. ഇന്ന് 6 മണിക്ക് ശേഷം നമുക്കിവിടെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ പോയാൽ മതി എന്നാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്. ഇത് ഇവരുടെ പുതിയ വീടാണ് കേട്ടോ. ഇവരുടെ പുതിയ വീട് നമുക്ക് കാണിച്ചു തരുവാണ്. 2 നില വീട്. പണ്ടത്തെ ട്രഡീഷൻ ആയിരുന്നു ഈ കാണുന്ന ഹട്ടുകളും ഇതുപോലുള്ള വീടുകളും. ഇപ്പോൾ എല്ലാ ആൾക്കാരും മോഡേൺ ആയിട്ട് ഇവോൾവ് ആയിട്ട്, എന്നാലും തടിയിലൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, തടിയില് ടോയ്ലറ്റ്. ന്യൂ ടോയ്ലറ്റ്. So big. This is like a house. Saihan. മാഷാല്ലാ. അടിപൊളി കേട്ടോ അവരുടെ വീട്. വാവ്, അടിപൊളി. നെക്സ്റ്റ് ടൈം ഞാൻ ഇവിടെ മംഗോളിയ വിസിറ്റ് ചെയ്യാൻ വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവരുടെ വലിയ വീട് കാണിച്ചു തരാം. ഇവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഇവരുടെ കാറൊക്കെയാണ് കേട്ടോ, സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ. അതാണ് ഇവരുടെ പുതിയ വീട്. ഇവിടെ ഇവരുടെ പശുക്കള്. വാവ്, പശു വിളിക്കാനും നമ്മളെ എല്ലാവരും കാണിച്ചു തരാണ്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം മാത്രമാണ് നമുക്ക് പിടിക്കാത്തത്. ഇതുപോലുള്ളൊരു ഹോള് മാത്രമേ കാണുള്ളൂ. കൊള്ളാം കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടില്ലേ, പുറത്തോട്ടുള്ള വ്യൂ ആണ് അതിമനോഹരം. തുറക്കുമ്പോൾ ഉള്ള മലനിരകള്. വാവ്. ഓക്കെ, ഇവിടുത്തെ വ്യൂ. വാവ്, അടിപൊളി. നല്ല ബ്യൂട്ടിഫുൾ അന്തരീക്ഷം. ഇവിടുത്തെ പശുക്കുട്ടിയെ കാണാൻ തന്നെ എന്ത് സുന്ദരനല്ലേ. ഇവിടെ ഇവരെല്ലാരും വാക്ക് ചെയ്യുന്നത് പുറകില് കൈവച്ചിട്ടാണല്ലോ. നമ്മളിവിടെ ടെന്റ് ഇരുന്ന് നമ്മുടെ പാൻറ് തയ്ക്കുവാണ്. എനിക്ക് വേണ്ടി തയ്ക്കുന്നു. പാൻറ് തയ്ക്കുന്നു. നമുക്കിവിടെ പുതിയ വീണ്ടും ഇതുണ്ടാക്കിക്കൊണ്ട് തന്നു, ഫ്രഷ് സാധനം. ഇവിടെ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യാത്ര ചെയ്ത രാജ്യത്തിൻ്റെയൊക്കെ ഫ്ലാഗ് അത് ഒട്ടിച്ച് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇന്ത്യയുടെയാണ്. അയ്യോ, ഇത് ഇത്രയും തയ്ക്കാൻ തന്നെ നേരമെടുത്തു. എൻ്റെ കൈ മുറിഞ്ഞു, ചോര വന്നു. എന്തൊക്കെ പാടുന്ന തയ്ക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. അത് കൈ കൊണ്ട് തയ്ക്കുന്നത്. നമ്മുടെ അമ്മ അവിടെ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഇവിടെ. ദിസ് ബോർസയാണ് കേട്ടോ മമ്മ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ബോർസക്. ഓക്കെ ബോർസക് നമ്മളെ പിസ്സ പോലെ പരത്തിയിട്ട്. വെരി ഗുഡ്. നോ ഗുഡ്. അടുക്കള അടിപൊളി. ഇവിടെ ഇത് നമ്മുടെ ഫാദറിന്റെ സംഭവമാണ് കേട്ടോ, മെഷീൻസ്. ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസി കുട്ടിയാണ് സഹായിക്കുന്നത്. നമ്മളിവിടെ ഷൂസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഷൂസ് ഓൾമോസ്റ്റ് ആക്കി. ഇവിടെ അമ്മ നമുക്ക് കുറേ, എല്ലാ നാട്ടിലും ലോകത്തെല്ലായിടത്തും ഇതുണ്ടല്ലോ, നമ്മുടെ നൂലുകൾ ഇടുന്ന ഒരു പെട്ടി. ഇതാണ് ഇവിടുത്തെ പട്ടിയുണ്ടോ.
ഓ ഇത് പശുവിന്റെ ആഹാരം. ഇത് നോക്കിക്കേ, ക്യൂട്ടായിട്ട് ഇത് നോക്കുന്നത്. നോക്ക് നോക്ക്, സുന്ദരന്മാര്. ഇതാണ് കേട്ടോ പശുവിന്റെ വീട്, പശുവിന്റെ തൊഴുത്താണ്. കാലിത്തൊഴുത്ത്. പാല് കുടിക്കുന്ന നോക്കിക്കേ. പാല് കറക്കണം നോക്കിക്കേ. നല്ലപോലെ പാല് വീഴുന്നുണ്ട് കേട്ടോ. She's so fast. ഞാനങ്ങനെ മംഗോളിയയിൽ പാല് ഇറക്കാൻ വേണ്ടി വന്നതാണ്. അകിടെ ഇവിടെ. യെസ്, അകിടെ വാ, പാല് കറക്കാൻ വാ. ഉപ്പും ഉള്ള പാല് കൂടെ പോവല്ലേ. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. No, വരുന്നു. No, see. Okay, okay. പാല് വരുന്നു, പാല് വരുന്നു. പാല് വരുന്നുണ്ടോ? മതിയായി. ഓക്കെ ഓക്കെ. അങ്ങനെ ഞാൻ അടുത്ത പാല് കറക്കാൻ വേണ്ടി പോകുന്നു. പശു പശു ഓക്കെ ഓക്കെ. Okay, okay. Yeah. Make it as next week. Yeah. Okay, okay. Are you okay? Shit, it's okay. Oh my god. Oh, sorry. Oh my god. എന്നെ പശു അടിച്ച് പഞ്ചറാക്കി കേട്ടോ. പശുവിന്റെ ഇടിയും കിട്ടി, പാലും എല്ലാം ഇവിടെ പോയി. അവിടെ എന്ത് സുഖമായിട്ടാ കറക്കുന്നേ. പശു പരിചയമില്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ സമയം 8 മണിയായിരുന്നു. ഇതാ നമ്മുടെ ഭക്ഷണം. ഓ, പാസ്ത. പാസ്ത ഇസ്മ ഇസ്മ പാസ്ത. What's the name of this food? Name. കുർദക്. ഇതാണ് കേട്ടോ നമ്മുടെ കുർദക്. നല്ലതുപോലെ കുളിച്ച് റെഡിയായി ഫ്രഷായി കിടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ താണ്ടെ നമ്മുടെ അച്ഛൻ കിടന്നു. നമ്മളെ ബെഡ് താണ്ട ഇവിടെയാണ്. ഇവിടെ നമ്മൾ ഫുള്ള് ഫാമിലി എല്ലാവരും ഇന്ന് ഇതിൻ്റെ അകത്താണ് കിടക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത ദിവസം രാവിലെ എണീറ്റു ഇവിടെ ബാത്റൂമിലോട്ട് വന്നതാണ് ഫ്രഷ് ആകാൻ വേണ്ടി. വെള്ളം ഉണ്ടോ എന്തോ, കറണ്ട് ഉണ്ടോ എന്തോ കേട്ടോ.
ആക്ച്വലി റഷ്യയിൽ നിന്നാണ് ഇവിടുത്തെ കറണ്ടെല്ലാം ഇലക്ട്രിസിറ്റി എല്ലാം വരുന്നത്. റഷ്യയിൽ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി കുറയും, അതാണ് പ്രശ്നം. പുഴയിൽ ഡ്രസ്സ് കഴുകാൻ വേണ്ടി പോയപ്പോൾ അച്ഛൻ വന്ന് പറഞ്ഞു ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. അങ്ങനെ നമ്മൾ കഴുകി ഇതുകൊണ്ട് ഇവിടെ തുണി ഉണക്കാൻ വേണ്ടി പോവാണ്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് കിട്ടിയ എല്ലാ സാധനവും ഇട്ട് കഴുകിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തുണി കഴുകി ഉണക്കിയിട്ടുണ്ട്. അവസാനം ഒരാഴ്ചത്തേക്ക് ശേഷം തുണി കഴുകി ഇവിടെ ഉണക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മൾ ഹോഴ്സ് വാങ്ങാൻ വേണ്ടി നമ്മൾ സിറ്റിയിലോട്ട് പോവാണ്. എല്ലാരും കൂടി കാറിൽ ഫാമിലി ആയിട്ട് പോവാണ് കേട്ടോ. നല്ല കുതിരയെ കിട്ടണേ പഠിച്ചവനെ. നമ്മളെ കാറിലിരുത്തിയിട്ട് അവര് പോയിട്ടുണ്ട്. കാരണം നമ്മൾ പോയാൽ ചിലപ്പോൾ പ്രൈസ് കൂടുതലായിരിക്കും. നമ്മുടെ ഹോഴ്സിനെ കൊണ്ടുപോവാ അവിടെ അച്ഛൻ. ഇതാണ് നമ്മുടെ കുതിര. നമ്മുടെ അച്ഛൻ പോയി വാങ്ങിച്ചിട്ട് നമ്മളെ കാറിൽ ഇരുത്തിയിട്ട് വന്നിട്ട്, സത്യം പറയാലോ ഇമോഷൻസ് കൊണ്ട് എനിക്ക് കരച്ചിൽ വരുന്നു കേട്ടോ. നമ്മൾ വാങ്ങാൻ പോകുന്ന ഹോഴ്സാണ്. എന്തോ ഒരു മോനെ കണ്ട ഫീൽ. എനിക്ക് പെറ്റുകളെന്ന് പറയുമ്പോൾ ഭയങ്കര ഇതൊന്നുമില്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ എന്തോ പോലെ കേട്ടോ. സത്യം പറയാലോ നമ്മള് ഹോഴ്സിന്റെ മുകളിൽ ഇടുന്ന സാധനമാണ് ഈ കാണുന്നത്. നമ്മുടെ അച്ഛനാണ് പോയി വാങ്ങിച്ചിട്ട് വന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ അകത്തിരുന്ന സീറ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ കുതിര. ഈ കാണുന്നതാണ് നമ്മുടെ കുതിര ഫാം. കുതിരയല്ല, ഇതാണ് സ്പീഡിൽ പോവാണല്ലോ. സ്പീഡില്ല, അധികം സ്പീഡില്ല കേട്ടോ വിചാരിച്ച അത്ര. സലാം അലൈക്കും. ഓ അവിടെ വേറെ വെള്ളക്കുതിരയൊക്കെ ഉണ്ട്. അടുത്ത കുതിരയുടെ അടുത്ത് വന്നു. അത് സ്മെല് ചെയ്യാൻ പോലും കൂട്ടാക്കുന്നില്ല. അത് നമ്മളടുത്ത് മാച്ചിങ് ആവൂല കേട്ടോ ആ കുതിര. ഇവിടെ കുറേ കുതിരകളുണ്ട്. ഇതാ പല കുതിരകളായിട്ട് ഇവിടെ നിൽക്കുക. വേറൊരു വെള്ളക്കുതിര. ഇതാരാ വെള്ളക്കുതിര? ഗുഡ് ബട്ട് സ്മോൾ. കണ്ടിട്ട് ചെറുത് കേട്ടോ. എല്ലാത്തിനും നല്ല മുടിയുള്ള കുതിരകള്. വൈൽഡാണോ ഇത്? നമ്മുടെ അടുത്ത ഹോഴ്സ് സ്മെല് ചെയ്യാൻ നോക്കട്ടെ. മണപ്പിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ വെച്ച്. I don't know, it looks smaller. It's good as well. I mean, he like. ഇത് ആൺദേവനാണ്. അടുത്ത ഹോഴ്സിനെ നോക്കുവാണ്. ഇത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ. എന്റെ അമ്മോ, ഇത് വേറെ വൈൽഡ്. അടുത്ത ഹോഴ്സ്. എന്റെ അമ്മോ, നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത് ഇതാണ്. ഇതിനിടയിൽ കുറച്ച് ദൗർഭാഗ്യകരമായിട്ടുള്ള നിമിഷങ്ങൾ സംഭവിച്ചു. അതായത് ഹോഴ്സ് വാങ്ങാൻ വേണ്ടി നമ്മൾ പോയി ഹോഴ്സ് സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ഹോഴ്സിന് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ സെയിൻ എന്തോ പറ്റി. പെട്ടെന്ന് തലറങ്ങി വീണു കേട്ടോ. തലറങ്ങി കോൺഷ്യസ്നെസ്, ബോധം ഫുള്ള് പോയി. ഒരു 2-3 സെക്കൻഡിന് ബോധം ഫുള്ള് പോയി. ആൾ എഴുതിയിട്ടു. എന്നിട്ട് ഞാൻ എവിടെയാണ്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പം അവിടെയുള്ള ഹോഴ്സ് വിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇതായി. അവർ വിചാരിച്ചു നമ്മളിനി കുതിരയെ കൊണ്ടുപോയിട്ട് നമ്മൾ കുതിര രക്ഷപ്പെട്ട് വരൂല എന്ന് വിചാരിച്ചു. അങ്ങനെ അവർ പറഞ്ഞു ഇനി നമുക്ക് കുതിരയെ വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് കുതിരയെ തന്നില്ല. പിന്നെ ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് എല്ലാവരും കൂടെ. നമ്മൾ വിചാരിച്ചു അവർക്കെല്ലാം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ അവസാനം സൈക്ക് ആരോഗ്യം വീണു. നമ്മളെ ഭക്ഷണം ഇവിടെ വന്നു. നമ്മുടെ ഫുഡ് ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഫുഡ്.
Eat. Bon appetit. Eat. I need Get well. I need that food. നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങി. 67,000 മംഗോളിയൻ മണിയാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലൊരു 1,650 രൂപ വരും. ഇത്രയും 4 പേര് 5 പേര് കഴിച്ചതിന് 1,650. ഇനി നമ്മൾ വീണ്ടും എന്തോ അവർ പറഞ്ഞു ഹോഴ്സ് നോക്കാമെന്ന് പറഞ്ഞു, അറിയില്ല. വീണ്ടും പോവാന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പോവാം. നമ്മുടെ ഹോഴ്സിനെ കൊണ്ട് ഇതാ വരുവാണ്. എൻ്റെ അമ്മോ, ഓ എൻ്റെ അമ്മ പറക്കുന്നു കേട്ടോ. ഹലോ നമ്മുടെ ഹോഴ്സ് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോ പട്ടി കുറയ്ക്കാണ് കർശനമായിട്ട്, ഭയങ്കര രീതിയിൽ. അങ്ങനെ ഹോഴ്സിനെ ഓടിക്കാൻ വേണ്ടി പോവാണ്. പോവാം. You have to give a slap, I think so. പോകുന്നില്ല കേട്ടോ സ്പീഡില്. Okay, enough, yeah. Let's go. Whoa. Because he's tired, he was running 5 Yeah. meters in. We need to ask him about like how. Go fast. Whoa. Come on. Yeah. Whoa. Wait, yes. Slowly. Say. വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്ത് രസം കാണാൻ. നമ്മളിനി കുതിരയ്ക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി വന്നതാണ്. കുതിരയ്ക്ക് ഭക്ഷണം വയ്ക്കോല്. ഒരു കുതിര ഉണ്ടെങ്കിൽ എന്തൊക്കെയാ ചെലവ്. ഒരു കുതിര വാങ്ങിച്ച സംഗതി എളുപ്പമൊന്നുമല്ല. ഭക്ഷണം കൊടുക്കണം. ഈ ഒരു സാധനത്തിന് എത്ര വിലയെന്ന്? 500 രൂപ. മഴ കേട്ടോ, ഇവിടെ ഫുള്ള് മഴ. അങ്ങനെ ഞാൻ ഹോഴ്സ് പഠിച്ചു. പോവാം. Let's go. Come on. Papacito! ഇന്നത്തെ എൻ്റെ ഡിന്നറോടുകൂടി ഞാൻ ഇവിടുത്തെ ഭക്ഷണം നടത്തുവാണ്. ഇവിടെ സൂപ്പ്, ഇവിടെ തന്നെ ഷിപ്പ് മീറ്റ്. ഓ, അയറൻ. ഇവരുടെ അയറൻ ആണ് കേട്ടോ ഈ കാണുന്നത്. ഓ, റഹ്മത്ത്. So good, I'm warm. Good? ഇന്ന് 2 പ്രാവശ്യം തലയൊക്കെ ഇറങ്ങി വീണു. അയ്യോ, ബോധം പോയി കേട്ടോ. അതാണ് എനിക്ക് പേടിയായത്. 2 സെക്കൻഡ് ഇന്നത്തെ ആള് എണീറ്റിട്ട് പറയാൻ എന്ത് സംഭവിച്ചില്ല, എവിടെയാണ് നിൽക്കണേന്ന്. അത് കേട്ടപ്പോ എന്റെ കിളി പോയി. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ നേരായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഭക്ഷണം, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചേർത്താണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും You wanna say hi? Hi? No, right? Yeah, അവർക്ക് മോൻ കാണിക്കണ്ട.
ഇവിടെ മോളും അച്ഛനും അമ്മയാണുള്ളത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോസ് അടുത്ത വീഡിയോ മറ്റെടുത്തത് എല്ലാവരും ബൈ.